CPM നേതാവ് KJ ഷൈനെതിരായ സൈബർ ആക്രമണത്തിൽ CK ഗോപാലകൃഷ്ണൻ മുൻകൂർ ജാമ്യത്തിന് അപേക്ഷ നൽകിയിരിക്കുകയാണ്. എറണാകുളം സെഷൻസ് കോടതിയിലാണ് മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചിരിക്കുന്ന. കേസിൽ ഒന്നാം പ്രതിയാണ് CK ഗോപാലകൃഷ്ണൻ. സൈബർ അധിക്ഷേപവുമായി ബന്ധപ്പെട്ട് മറ്റൊരു അപ്ഡേഷൻ കൂടി വരുന്നത് CPM നേതാവ് KJ ഷൈനെതിരായ സൈബർ ആക്രമണത്തിൽ ചോദ്യം ചെയ്യലിന് KM ഷാജഹാൻ ഇന്ന് ഹാജരായേക്കും എന്ന വാർത്തയാണ് വന്നത്. പക്ഷേ ഇതുവരെയും അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ആലുവ സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാനാണ് അന്വേഷണ സംഘം ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഷാജഹാന്റെ തിരുവനന്തപുരത്തെ വസതിയിൽ ഇന്നലെ രാത്രി എറണാകുളം റൂറൽ സൈബർ ക്രൈം സംഘം റെയ്ഡ് നടത്തിയിരുന്നു എന്നുള്ളതാണ്. ഈ സംഭവം വളരെ വിശദമായി നമ്മൾ പരിശോധിക്കുകയും അപലപിക്കുകയും ചെയ്യേണ്ടതാണ്. കാരണം കൈവിട്ട ഒരു കളിയാണ്. കാരണം ഈ സൈബർ ഇടങ്ങളിലെ അധിക്ഷേപം, സൈബർ ഹാൻഡിലുകളിലൂടെയൊക്കെയുള്ള അധിക്ഷേപം അങ്ങേയറ്റം നെറികെട്ട രീതിയിലേക്ക് പരമാവധി നമ്മൾ എല്ലാ സീമകളും കടന്നു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി നിൽക്കുമ്പോൾ തീർച്ചയായും നമ്മൾ വിലയിരുത്തണം. പക്ഷേ ഒരു കാര്യം, വ്യക്തിപരമായി ഒരു പരാമർശം അല്ലെങ്കിൽ ഒരു വിലയിരുത്തലേക്ക് പോയി കഴിഞ്ഞാൽ ഷൈൻ ടീച്ചറുടെ കാര്യത്തിൽ കൃത്യമായ രീതിയിൽ ആക്ട് ചെയ്യുന്നുണ്ട്. വളരെ ധൃതിയിലാണ്, അതിവേഗത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഇതേ രീതിയിലുള്ള കേസുകളിൽ, സമാനമായ കേസുകളിൽ എത്രയോ സംഭവങ്ങൾ, എത്രയോ ഇരകൾ നമ്മുടെ മുന്നിലുണ്ടായിട്ടുണ്ട്. അത്തരം കേസുകളിൽ ഈ ചടുലമായ നീക്കം ഉണ്ടായിട്ടുണ്ടോ എന്ന് പ്രിയപ്പെട്ട സ്നേഹിതരായ പ്രേക്ഷകർ ഒന്ന് തിങ്ക് ചെയ്യുമ്പോൾ അവരെ തെറ്റ് പറയാൻ കഴിയില്ല എന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് വിലയിരുത്തലിലേക്ക് പോവുകയാണ്. തിരുവനന്തപുരം ബ്യൂറോ ചീഫ് മാർഷൽ ബി സെബാസ്റ്റ്യൻ, ഒപ്പം ആനന്ദകൃഷ്ണൻ കൂടി ചേരുകയാണ്, പോലീസ് കൈകാര്യം ചെയ്യുന്ന ആനന്ദ്. മാർഷലേട്ടാ, ഒരു കാര്യം, നമ്മൾ ഈ കേസ് തുടക്കം മുതൽ, കാരണം ഈ ഷൈനുമായി ബന്ധപ്പെട്ട കേസ് തുടക്കം മുതൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന അതിൻ്റെ ഓരോ വശങ്ങളും നമ്മൾ ചർച്ച ചെയ്യും. ആ സംഭവം ഉണ്ടായതിനു ശേഷം വളരെ വേഗത്തിലാണ് പോലീസ് നടപടികൾ മുന്നോട്ട് പോകുന്നത്. തീർച്ചയായും ഒരു സ്ത്രീകൾക്കെതിരെയുള്ള അധിക്ഷേപങ്ങൾ, ഒരു സൈബർ കേസ്, ഒരു IT ആക്ട് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കേസ് രജിസ്റ്റർ ചെയ്യുമ്പോൾ സ്വാഭാവികമായും അങ്ങനെ തന്നെ ചടുലമായ നടപടികളാണ് വേണ്ടത്. പക്ഷേ എന്നെ സംബന്ധിച്ചോളം എനിക്കൊരു വ്യാകുലത എന്നുള്ളത്, സമാനമായ രീതിയിൽ എത്രയോ ഇരകൾ നമ്മുടെ മുന്നിലുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ചോളം ആരാണ്? ബിന്ദു കൃഷ്ണ, നമ്മുടെ MLA മാർ, എത്രയോ ഷാനിമോൾ ഉസ്മാൻ, പിന്നെ ഉമ്മൻചാണ്ടിയുടെ മകൾ അച്ചൂമൻ നൽകിയ പരാതി, അച്ചൂമൻ കേരളത്തിൽ കേട്ട അധിക്ഷേപങ്ങൾ, എത്രത്തോളം ഹീനമായിട്ടുള്ള അധിക്ഷേപങ്ങളാണ്. അപ്പോൾ ഇത്തരം കേസുകളിൽ ഉണ്ടാകാതെ പോകുന്ന ചില നീക്കങ്ങൾ എന്താണ് മാർഷലേറ്റ് അത് സംബന്ധിച്ചൊന്ന് വിലയിരുത്തുമ്പോൾ മനസ്സിലാകുന്നത്? സ്വാഭാവികമായിട്ടും ഡോക്ടർ ഷൈൻ ടീച്ചർക്കെതിരെയുള്ള ആക്ഷേപവും ഇതുമെല്ലാം പെട്ടെന്ന് വലിയൊരു വാർത്തയായി. അതിന് സ്വാഭാവികമായുമുള്ള ഒരു തുടർച്ചലനം എന്ന രീതിയിലാണ് സൈബർ പോലീസ് അവർ പരാതി നൽകുകയും നേരിട്ടൊരു MLA-യും അതോടൊപ്പം തന്നെ MP ലോക്സഭയിലേക്ക് മത്സരിക്കുകയും ചെയ്ത ടീച്ചറുമെല്ലാം ഈ പരാതി നൽകുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണമാണ് വന്നത്. ഭയങ്കരമായ സൈബർ അറ്റാക്ക് ഉണ്ടായിട്ടുണ്ട്. അവർക്കെതിരെയുള്ള ആക്ഷേപങ്ങളിൽ അന്വേഷണം നടക്കുന്നു എന്നുള്ളത് നല്ല കാര്യമാണ്. എന്നാൽ മറ്റുള്ളവർക്ക് ഇത് അതേ രീതിയിൽ കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഇതിന് മുമ്പ് സൈബർ ആക്രമണങ്ങൾ നടക്കുന്ന സമയത്ത് SP-യുടെ കീഴിലുള്ള ഒരു സൈബർ പോലീസ് സ്റ്റേഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ സംസ്ഥാനത്ത്. എന്നാൽ മാറി. ഇപ്പോൾ DGP-യുടെ പുതിയ നിർദ്ദേശം അനുസരിച്ചിട്ടാണെങ്കിൽ തന്നെ ഒരു സൈബർ പോലീസ് മാത്രമല്ല, എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും കേസെടുക്കാം. എല്ലാ പോലീസുകാർക്കും സൈബർ അറ്റാക്കിന് ഇരയാകുന്നവർ കൊണ്ട് പരാതി കൊടുത്താൽ ആ കേസെടുക്കാം. അതിനുശേഷം അവർക്ക് തുടർ നടപടികളെ മുന്നോട്ട് പോകാം. സൈബർ വിങ്ങിൻ്റെ സഹായം തേടാം. ഇപ്പോൾ കേരളത്തിലെ 434 പോലീസ് സ്റ്റേഷനുകളിലും ഒരു സൈബർ വിങ് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പം കാലം മാറി. നമ്മൾ പഴയ പോലെല്ല മൊബൈൽ ഫോണും കമ്പ്യൂട്ടറും എല്ലാം ഉപയോഗിക്കുന്നു. പണ്ടൊക്കെ അപവാദം എന്നൊക്കെ പറയുന്നത് പല കരക്കമ്പി എന്നൊക്കെ നമ്മൾ പറയും, അത് കലിങ്കയിലിരുന്നും അല്ലാതെയും ഒക്കെയാണ്. ഇപ്പം അങ്ങനെയല്ല, ഇതിന് മോഡേൺ യുഗം വന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരം ഒരു ആക്ഷേപം വരുമ്പോൾ അത് എല്ലാവർക്കും തുല്യമായി കിട്ടണം എന്നുള്ള നീതിബോധം നല്ലതാണ്. എങ്കിൽ തന്നെയും പഴയ പോലെയല്ല, 3000-ലധികം കേസുകളാണ് ഒരു മാസം കെട്ടിക്കിടക്കുന്നതല്ല, ഒരു മാസം രജിസ്റ്റർ ചെയ്യുന്നത് എന്നുള്ളതാണ്. അതിനകത്ത് പണം തട്ടിപ്പുണ്ട്, ഈ അപവാദ പ്രശ്നങ്ങളുണ്ട്, മോർഫിംഗ് ഉണ്ട്, അങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട്. പക്ഷേ അനന്തരം ഒരു കാര്യം, ഈ ഞാൻ ആലോചിക്കുമ്പോൾ എന്തായാലും ഒരു കൊണ്ടോട്ടിയാബോ, ആരാവൻ കൊണ്ടോട്ടിയാബോ എന്ന് പറഞ്ഞു. പിന്നെ ഒരു കാര്യം, ഈ നമ്മുടെ KM ഷാജഹാൻ ചേട്ടൻ VS-ന്റെ കൂടെ നിൽക്കുന്ന സമയത്തും നമ്മൾ എത്രമാത്രം ബഹുമാനം കൊടുത്തുള്ള ഒരു മനുഷ്യനാണെന്നറിയാമോ? ഇപ്പോൾ എന്താണ് ഒരു ചാനൽ പോലും, ഏതെങ്കിലും കേരളത്തിലൊരു ചാനൽ ഈ ഷാജഹാൻ എന്ന് പറയുന്ന വ്യക്തിയെ ചർച്ചയ്ക്ക് വിളിക്കാറില്ല. കാര്യം എന്താണ്? കാരണം അങ്ങേയറ്റത്തെ ഹീനമായ രീതിയിൽ, കാരണം അദ്ദേഹത്തിന് ഒരു യൂട്യൂബ് ഉണ്ട്. ആ യൂട്യൂബിൽ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ അദ്ദേഹമൊക്കെ ഇങ്ങനെ മാറിയെന്ന് ആലോചിക്കുകയാണ്. നമ്മളൊക്കെ, ഞാനൊക്കെ ഒരു ഫോട്ടോ ഇട്ട് കഴിഞ്ഞാൽ ഒരു ലൈക്ക്, കിട്ടുന്ന ലൈക്ക് എന്ന് പറഞ്ഞാൽ 100-ഓ 150-ഓ, അത് 2 ദിവസമൊക്കെ എടുക്കും. ഇതാണെങ്കിൽ സ്ത്രീകൾക്കെതിരെയായിട്ടുള്ള എന്തെങ്കിലും ഒരു കണ്ടന്റ് ഇട്ട് അത് FB-യിലേക്ക് പോസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഇൻസ്റ്റയിലേക്ക് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 4-ഉം 10-ഉം 17-ഉം ആണ് ലൈക്ക് വരുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ ചിലരെയെങ്കിലും ഒന്ന് പിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ചിലർക്കൊരു പാഠമാകുന്ന രീതിയിലേക്ക് ഈ കേസ് മാറുമോ?
പിക്ക് ചെയ്തില്ലെന്ന് ആര് പറഞ്ഞു? എല്ലാവർക്കും എതിരെ. ഇപ്പൊ ഈ പ്രജീഷ് പിക്ക് പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞു, പിക്ക് ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞ പേരുകൾ യൂട്യൂബിൽ സ്ഥിരമായിട്ട് ഇത്തരം വീഡിയോകൾ ചെയ്യുകയും അസഭ്യമായ ഭാഷ സ്ത്രീകൾക്കെതിരെ അടക്കം ഉപയോഗിക്കുകയും ചെയ്യുന്ന ഒരുപാട് ബ്ലോഗർമാരുണ്ട്. ഇവർക്കെതിരെ എല്ലാം കേസ് എടുക്കുന്നുണ്ട്. എത്ര കേസാണ് ഒന്ന് അന്വേഷിച്ച് നോക്കിയാൽ മതി. സൈബർ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഇവർക്കെതിരെ എല്ലാം എത്ര കേസുണ്ട്. ഇവരെല്ലാം ജാമ്യം എടുക്കേണ്ടത്. കാരണം ഇതിനകത്ത് പെട്ടെന്ന് ജാമ്യം കിട്ടുന്ന വകുപ്പുകളൊക്കെ ഇടാൻ കഴിയുള്ളൂ. അത്രയും ഇവരും ബുദ്ധിമാന്മാരാണല്ലോ. അത്തരം പരാമർശങ്ങളൊക്കെ ഇവർ നടത്താറുമുള്ളൂ. ഇപ്പം ഷൈൻ ടീച്ചറിന്റെ കാര്യം പറഞ്ഞത്, അതും ഈ സൈബർ അറ്റാക്കും തമ്മിൽ രണ്ട് അതിന് വ്യത്യാസമുണ്ട്. ഷൈൻ ടീച്ചറിൻ്റെ എന്ന് പറയുന്നത് ഒരു ഇല്ലാത്ത കഥ മെനഞ്ഞെടുത്ത് ഷൈൻ ടീച്ചറിനെതിരെ ഒരു ആരോപണം ഉണ്ടാക്കിക്കൊണ്ടുവന്ന് വളരെ അശ്ലീലകരമായ ഒരു പ്രചരണം നടത്തി അവരെ തേജോവധം ചെയ്യുന്നത്, അത് ശരിക്കും പറഞ്ഞാൽ പക്ക ക്രിമിനലായിട്ടുള്ളൊരു നടപടിയാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. ഒട്ടുമില്ലാത്ത സാധാരണഗതിയിൽ സൈബർ ആക്രമണം എന്ന് പറഞ്ഞ ഒരു നിലപാടെടുത്തതിൻ്റെ പേരിൽ വ്യാപകമായ മോശം കമൻറ്റുകൾ ഇടുന്നത് പോലെയല്ല അത് അവരെ ഒരു പ്രധാന കഥാപാത്രമാക്കി ചിത്രീകരിച്ചുകൊണ്ട് ഒരു അശ്ലീല കാലത്തെ മെനഞ്ഞെടുത്തുകൊണ്ടുള്ള അറ്റാക്കാണ്. അവരുടെ കുടുംബം തന്നെ ഒരു കാര്യം കൂടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയാൻ വേണ്ടിയാണ്. കാരണം ഒരുപാട് നമ്മൾ FB-യിൽ പോസ്റ്റ് ഇടുമ്പോൾ ചിലപ്പോൾ ചിലർ അവരുടെ ഐഡന്റിറ്റി വ്യക്തമാക്കിക്കൊണ്ടുവന്ന് കമന്റ് ഇടാറുണ്ട്. അതല്ല ഒരു ഫേക്ക് ഐഡി, ഈ കൊണ്ടോട്ടി ആബു എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പേര് വേറെ കണ്ട, അത് സുധീറോ അങ്ങനെയാണ്ട് പേര്. ആ വ്യക്തി ഇപ്പോൾ ഇവിടെ ഇല്ല, കേരളത്തിലില്ല. ഇതിനകത്തൊരു പ്രശ്നമുണ്ട്. ഈ ഡാർക്ക് നെറ്റ് എന്ന് പറയുന്ന സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് വരുന്നുണ്ട്. അതിനകത്ത് ഡാർക്ക് നെറ്റ് വഴിയാണ് ഈ കമന്റുകൾ വരുന്നതെങ്കിൽ ഇത് എവിടെ നിന്നാണ് ഈ കമന്റ് ചെയ്തത്, ഇവൻ ഈ ഇട്ടേക്കുന്ന ഫേക്ക് ഐഡി എവിടെ നിന്നാണ്, ഏത് രാജ്യത്തു നിന്നാണ് ചെയ്യുന്നത് പോലും അറിയാൻ പറ്റാത്തൊരു പ്രതിസന്ധി നമ്മുടെ കേരളം. ഇപ്പം തിരുവനന്തപുരത്ത് സ്ഥിരമായി എല്ലാ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലും ബോംബ് ഭീഷണി വരാറുണ്ട്. അത് ഒരാൾ അയക്കുന്നതെന്നുള്ളത് പോലീസിന് മനസ്സിലായി. കാരണം അതിന്റെ ഭാഷ നോക്കുമ്പോൾ അത് കട്ട് ആൻഡ് പേസ്റ്റ് ആണ് ഈ ലെറ്ററുകളെല്ലാം. പക്ഷെ ഇതുവരെ പിടിച്ചിട്ടില്ല, അത് എവിടുന്നാ വരുന്നതെന്ന് പോലും അറിയത്തില്ല. അത് ഈ ഡാർക്ക് നെറ്റ് വഴി അയക്കുന്ന ഒരു മെയിലാണ്. അതുകൊണ്ട് ഏറ്റവും ഒടുവിൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിനാണ് വന്നത്. ഇതുപോലാണ് ഈ ഇത്തരം മുഖമില്ലാത്ത ഒരുപാട് സൈബർ പോരാളികൾ. പിന്നെ വേറൊരു കാര്യം കൂടെ അതായത് നമ്മൾ പറയുന്ന പ്രേക്ഷകരുടെ അറിവിലേക്ക് കൂടിയാണ്. കാരണം പലരും ഒരു സില്ലി ആയിട്ടാണ് ഇത്തരത്തിലുള്ള കമന്റുകളോ അല്ലെങ്കിൽ ഷെയർ ചെയ്യപ്പെടുന്നോ അല്ലെങ്കിൽ മറ്റൊരാൾ ഇട്ട പോസ്റ്റുകൾ പോലും ഷെയർ ചെയ്യപ്പെടുകയാണ്. ഇപ്പോൾ അവരോട് പറയാനുള്ള കാര്യം എന്താണ്? അതായത് കേരള പോലീസ് അന്വേഷിക്കുന്ന കേസുകളിൽ ആദ്യം അന്ന് പാർട്ടി സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയന്റെ വീട് എന്ന പേരിൽ ഒരു പടം ഇറങ്ങുകയും അത് കൃത്രിമമായി ഉണ്ടാക്കിയതാണെന്നും അത് പിണറായി വിജയന്റെ വീടല്ല മറ്റാരുടെ വീടാണെന്ന് കണ്ടെത്തുകയും ചെയ്താണ് ആദ്യത്തെ അന്വേഷണം വരുന്നത്. അതിനുശേഷം ഇങ്ങോട്ട് ഏറ്റവും ഒടുവിൽ ലീലാവതി ടീച്ചറിന് വരെ സൈബർ അറ്റാക്ക് നേരിടേണ്ടി വന്നു. അതെന്ത് കാര്യത്തിനാണ്? ഗാസയിലെ കുട്ടികളെ ഓർത്ത് ഞാൻ സങ്കടപ്പെടുന്നു എന്ന് പറഞ്ഞ ഉടനെ തന്നെ ഒരു വിഭാഗം ലീലാവതി ടീച്ചറിന്റെ കാര്യത്തിൽ അത്രത്തോളം ആക്ഷൻ ഉണ്ടായോ? ഉണ്ട്, തീർച്ചയായും. ഞാൻ സ്വാഭാവികമായിട്ട് പറയുന്നത് ഒരു ഗ്രൂപ്പ് വന്ന് ഒരു വ്യക്തിയെ ഇങ്ങനെ ആക്ഷേപിക്കുകയാണ്. ഇതിനകത്ത് ആദ്യമേ ഉണ്ടാകേണ്ടത് ഈ ഓൺലൈനിലായാലും ഈ സൈബർ സാക്ഷരത എന്ന് പറയുന്നൊരു കാര്യം നമുക്കുണ്ടാകണം. നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? പലരും ഇതറിയാതെയാണ്. ഫേസ്ബുക്ക് ID ഉണ്ട്, അപ്പോൾ ആ ID വെച്ച് എന്തും പറയാം. അല്ലെങ്കിൽ റിയലായിട്ടുള്ള ആൾ മാന്യനായിരിക്കും, എന്നാൽ നേരത്തെ ഒരു പേര് പറഞ്ഞു കൊണ്ടോട്ടി അബു, പാറശാല പരമു, ഇങ്ങനെയൊക്കെയുള്ള പേര് വരുന്നവരുണ്ടല്ലോ, അവരുടെ റിയൽ സ്വഭാവം ഇതിൽ കാണിക്കും. എന്നാൽ അവരുടെ ID ഫേക്ക് ആയിരിക്കും. ഇവർക്ക് ഇത്ര സമയം ഇവിടെ, നമുക്കാണെങ്കിൽ സമയം സത്യമായ തുച്ഛമായ സമയം, ഒരു ദിവസം നോക്കി ഇതിനൊക്കെ ഇങ്ങനെ കുത്തിയിരുന്ന് ഇങ്ങനെ ഇരുന്ന് അതിൽ ഫോളോ ചെയ്യ സമയം എവിടുന്നാണെന്താ അങ്ങനെ ചെയ്യുന്നവരുണ്ട്. ഇതിനകത്ത് വേറെ വലിയൊരു അപകടം, ഞരമ്പ് രോഗം മാത്രമല്ല, ഇതിനകത്ത് വേറൊരു വലിയ അപകടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളുടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രധാനപ്പെട്ട ഒരു പ്രതിരോധ ആയുധം കൂടിയാണ് ഈ സൈബർ അറ്റാക്ക് എന്ന് പറയുന്നത്. ഇത് പ്രചരണ ആയുധവും കൂടിയാണ്. അതായത് സൈബർ ഈ പാർട്ടികൾ ഔദ്യോഗികമായിട്ട് അറിഞ്ഞുകൊണ്ടാണോ ഇനി അവരെ ആരാധിക്കുന്ന മറ്റു ചിലർ രഹസ്യമായിട്ട് ഉണ്ടാക്കുന്നതാണോ എന്ന് അറിയത്തില്ല. എന്തായാലും രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടി നടത്തുന്ന സൈബർ ആക്രമണങ്ങളാണ് ഏറ്റവും ഹീനമായത്. മാത്രമല്ല കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ KK രമ, ഷാഫി പറമ്പിൽ, തിരിച്ച് ശൈല ടീച്ചർ, ആ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രം കേരള പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന 42 സൈബർ അറ്റാക്ക്. അങ്ങനെ ഉണ്ടെങ്കിൽ അനന്തം പറഞ്ഞ സ്ഥിതിക്ക് അനുസരിച്ച് അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ മനസ്സിലാക്കേണ്ട കാര്യം ഒറ്റയൊന്നേ ഉള്ളൂ. അതായത് ഇതിൽ കണ്ടാൽ പ്രത്യക്ഷത്തിൽ ഗാന്ധിജിയുടെ പടമോ അല്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെയോ പടം വെച്ചിട്ടൊരു ID വരുന്നു. അത് യഥാർത്ഥത്തിൽ കോൺഗ്രസുമായി ഒരു ബന്ധവുമില്ലാത്ത ആളായിരിക്കും. അതിനകത്ത് നിന്ന് അബദ്ധങ്ങൾ പറയുക അല്ലെങ്കിൽ മോശമായിട്ട് മറ്റുള്ള പറയാം. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് കോൺഗ്രസിനെതിരെയാവും. അതുപോലെ തന്നെ CPM-ന്റെ പേരിൽ പോരാളി എന്ന് പറഞ്ഞ ഒരാൾ വരുന്നു. ആ ആൾക്ക് CPM-ഉമായിട്ട് ഒരു ബന്ധവും കാണില്ല. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ സൈബർ അറ്റാക്ക് നടന്ന ഒരു രാഷ്ട്രീയ നേതാവ് G. സുധാകരനാണ്. കാരണം രമേശ് ചെന്നിത്തലയുടെ ലഹരി വിരുദ്ധ സദസ്സിന് അനുകൂലമായിട്ട് എന്തോ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ പോസ്റ്റുകൾക്കടി വന്ന് വലിയ കമന്റുകളാണ്. ഒരു കാര്യം കൂടി നമുക്ക് അവസാനിപ്പിക്കാം. അതായത് അനന്തൻ ഇത്രയും വർഷമായി ഇത്രയും പോലീസ് ബീറ്റ് കൈകാര്യം ചെയ്യുന്നു. അപ്പോൾ ഈ നൂതനമായിട്ടുള്ള ഈ സൈബർ മേഖലയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഓരോ അനുദിനം നമുക്ക് ഓരോ ഡെവലപ്മെന്റ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ആ മേഖല. അപ്പോൾ കൃത്യമായിട്ട് അതിന് പറ്റിയ ഈ സംവിധാനങ്ങൾ നേരത്തെ മാർഷൽജി പറഞ്ഞതുപോലെ തന്നെ ഒരു മാസം ഇത്ര കേസ് അവിടെ കെട്ടിക്കിടക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഫോളോ ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ടോ? അവിടെ ഒരു അറ്റൻഷൻ കൊടുക്കുന്നുണ്ടോ? കാരണം മാത്രമല്ല ഈ
മുഖമില്ലാത്ത ആളുകൾ നാളെ ചിന്തിക്കണം. കാരണം ആ രീതിയിൽ പിടിക്കപ്പെടണം. ആ രീതിയിലേക്ക് ഒരു അറ്റൻഷൻ ഗൗരവത്തോടു കൂടി ഈ വിഷയങ്ങളെ കാണുന്നുണ്ടോ? ഗൗരവത്തോടെയാണ് കാണുന്നത്. മാത്രമല്ല നമ്മളുടെ കേരള പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ ഏതൊരു പോലീസിനെ അപേക്ഷിച്ച് ഏതൊരു സ്റ്റേറ്റ് പോലീസിനെ അപേക്ഷിച്ചും സൈബർ മേഖലയിൽ ഏറ്റവും മിടുക്കരായ ഇടപെടൽ നടത്തുന്ന കേരള പോലീസ് തന്നെയാണ്. അതിന് നമുക്ക് കേരള പോലീസിൻ്റെ സൈബർ വിങ് അത്രത്തോളം ശക്തമാണ്. മാത്രമല്ല ഇതുപോലെ സൈബർ അറ്റാക്ക് നടത്തുന്നതിൽ ആയിരക്കണക്കിന് കമൻറ്റുകളും സൈബർ അറ്റാക്കുകളാണ് വരുന്നത്. അതിൽ കൃത്യമായി പ്രതികളെയൊക്കെ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ സൈബർ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി കമൻറ്റുകളൊക്കെ ഇടുന്നവർ സൂക്ഷിക്കുക. എപ്പോഴെങ്കിലും നിങ്ങളുടെ വീട്ടിൽ കേരള പോലീസ് വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. മാത്രമല്ല ഇപ്പോൾ ഈ സൈബർ മേഖലയിൽ മറ്റ് ഫ്രോഡുകൾ നടക്കുന്നുണ്ടല്ലോ. മറ്റ് ഏറ്റവും കൂടുതൽ കൊള്ളയടി, പണം അടിച്ചുകൊണ്ട് പോകുന്നത്, അതും വെളിരാജ്യങ്ങളിൽ നിന്ന് ചൈന പോലുള്ള സ്ഥലങ്ങളിൽ ഇരുന്നുണ്ട്. അവിടെയൊക്കെ നമ്മൾ പോയി പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ കേരള പോലീസ് ശക്തമായ ഇടപെടൽ ഇതിനകത്ത് നടത്തുന്നുണ്ട്. അതിനുള്ള ആധുനിക സംവിധാനങ്ങളും സോഫ്റ്റ്വെയറുകളും ഒക്കെ അവിടെ നടപ്പാക്കുന്നുണ്ട്. പക്ഷേ ഇതിനൊക്കെ അപ്പുറമാണ് ഇതുമായി ബന്ധപ്പെട്ട് പുതിയ തലങ്ങൾ ഉണ്ടാകുന്നത്. അത് പിന്നെ ഈ ഏറ്റവും പ്രശ്നം ഇപ്പോൾ പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ ഡാർക്ക് വെബുകളാണ്. അതിനുവേണ്ടി ഒരു സോഫ്റ്റ്വെയർ കേരള പോലീസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് പക്ഷേ അത് പൂർണ്ണമായും സജ്ജമായിട്ടില്ല. ഡാർക്ക് വെബിലും സെർച്ച് നടത്താനും പട്രോളിംഗ് നടത്താനും ഒക്കെ ഉള്ള ഒരു സംവിധാനം ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ അത് കുറച്ചുകൂടി ടെക്നോളജിക്കലി കുറച്ചും കൂടി കൈപ്പള്ളി അതിൽ വേറൊരു സംഭവമുണ്ട്. ആർക്കെങ്കിലും ഒരു തോന്നലുണ്ടാകാം, ഫേസ്ബുക്കിലോ ഇൻസ്റ്റയിലോ ഒക്കെ അങ്ങ് പോയി എന്തും പറയാം, എങ്ങനെയും ചെയ്യാം, പോലീസ് പിടിക്കില്ല, അതെ ഞാൻ സുരക്ഷിതനാണ് എന്നുണ്ട്. പക്ഷെ എന്നാൽ ആ ധാരണ തെറ്റാണ്. അതായത് നമ്മൾ തിരിച്ചറിയാത്തതുകൊണ്ടാണ്, അത്ര വലിയ വാർത്താ പ്രാധാന്യം വരാത്തതുകൊണ്ടാണ് ആർക്കെതിരെയും ആരെങ്കിലും എന്തെങ്കിലും അപഖ്യാതി തരുന്ന രീതിയിലേക്ക് പോസ്റ്റുകൾ ഇടുകയാണെങ്കിൽ, അവർക്കെതിരെ പരാതി വരികയാണെങ്കിൽ ആ പരാതി അന്വേഷിക്കുകയും അതനുസരിച്ചെതിരെ അവരുടെ നിയമ നടപടിക്ക് അവർ വിധേയമാവുകയും ചെയ്യും. അതുകൊണ്ട് ആരെങ്കിലും കാണുന്നു ഞാനത് ഷെയർ ചെയ്തതേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല, സൂക്ഷിക്കണം. അതല്ല നമ്മൾ വിചാരിക്കുന്നത് ഈ സൈബർ അറ്റാക്ക് കേസുകളിലെല്ലാം ആരും പിടിക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മളത് വാർത്തയായിട്ടോ അതല്ലെങ്കിൽ വരാത്തതുകൊണ്ടാണ്. ഇതെല്ലാം പിടിക്കുന്നതുകൊണ്ട് കോടതിയിൽ കേസ് വരുന്നുണ്ട്, ഇവരെല്ലാം റിമാൻഡ് ചെയ്യേണ്ടവർ റിമാൻഡ് ചെയ്യുന്നുണ്ട്, പിന്നെ അവർ ചെയ്യുന്നില്ല. പക്ഷേ ഇത് അറിയാതെ പോകുന്നവർ പിന്നെയും വന്ന് തീർച്ചയായും അതാണ്. അപ്പോൾ നിസ്സാരമായി കാണരുത്, നിസ്സാരമായി കരുതരുത്. മുഖമില്ലാത്ത ആളുകളൊക്കെ തന്നെ വലയിലേക്ക് അകപ്പെടുന്നുണ്ട് എന്ന ജാഗ്രത നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. പല സംഭവങ്ങളും ഞെട്ടലോടുകൂടിയാണ് അനുദിനം നമ്മൾ കേൾക്കുകയും കാണുകയും ചെയ്യുന്നത്.